കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സമീപകാലത്തുണ്ടായത്. ഇത് സാധ്യമാക്കിയതിനു പിന്നിലെ പ്രധാന സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കിഫ്ബി വലിയ പിന്തുണയാണ് നൽകിയതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി കിഫ്ബി വഴി നടപ്പിലാക്കാവുന്ന പദ്ധതികളിൽ മികച്ച പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും കൂടെ കൂട്ടി നോക്കിയാൽ 10,000 കോടി രൂപയുടെ വികസനങ്ങൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം നടന്നിട്ടുണ്ട്. 5 കോടി രൂപ, 3 കോടി രൂപ, 2 കോടി രൂപ, 1 കോടി രൂപ എന്ന നിലയിലാണ് അതിൻ്റെ ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുവഴി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറി ദേശീയ നിലവാരത്തിലും അന്തർദേശീയ നിലവാരത്തിലും ഒക്കെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു എന്നതിലുപരി നമ്മുടെ നാട്ടിൽ വലിയ ചലനമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വകാര്യ സ്കൂളുകളിലേക്കുള്ള ഒഴുക്ക് കാരണം വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിരുന്ന സർക്കാർ സ്കൂളുകൾ ഇന്ന് അത്യാധുനിക സൗകര്യങ്ങൾ ലഭ്യമായതോടെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഇഷ്ടയിടങ്ങളായി മാറി. നേമം ഗവൺമെൻറ് UP സ്കൂൾ 1884 സ്ഥാപിച്ചത്. അപ്പോൾ ഈ 1884 സ്ഥാപിച്ച ഒരു സ്കൂളിലെ വികസനത്തിൻ്റെ ഒരു വസന്തകാലമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. ഈ വിദ്യാലയത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി 1,36 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള ബഹുനില മന്ദിരമാണ് ആദ്യം ഇവിടെ നിർമ്മിച്ചത്. ഏറ്റവും ആഹ്ലാദകരമായി കുട്ടികൾ ആ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുന്നു. നല്ല ശിശുസൗഹൃദ ഫർണിച്ചറുകളുണ്ട്, ആവശ്യത്തിന് കാറ്റുണ്ട്, വെളിച്ചമുണ്ട്. നല്ല സന്തോഷകരമായി കുട്ടികൾ ആ പുതിയ ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുന്നുവെന്ന് കാണുമ്പോൾ ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച് വലിയ ആഹ്ലാദമാണത്. അതുപോലെ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വേറൊരു കെട്ടിടം, ഒരു പഴയ ക്ലാസ് മുറികൾ ഓടിട്ട കെട്ടിടം ഉള്ള 6 ക്ലാസ് മുറികൾ ഉണ്ടായിരുന്ന ആ കെട്ടിടം പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു 6 ക്ലാസ് മുറികൾ പുതുതായി നിർമ്മിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ 3 ക്ലാസ് മുറിയുടെ അത്രയും സ്പേസിൽ ഒരു ഓഡിറ്റോറിയവും മുകളിലൊരു 3 ക്ലാസ് മുറി വേറെയും, അതിൻ്റെ മുൻവശമൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. താമസിയാതെ ആ കെട്ടിടത്തിൻ്റെ പണി കൂടി പൂർത്തിയാകും. അതിനോടനുബന്ധിച്ച് ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നുണ്ട്. ആ ടോയ്ലറ്റ് ബ്ലോക്ക് ഇപ്പോൾ നേമം UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 1000-ഓളം കുട്ടികൾ പഠിക്കുന്നതാണ്. ഈ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളാണ് ഇവിടെ വിദ്യാഭ്യാസത്തിനെത്തുന്നത്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തെ ഏറ്റവും ആഹ്ലാദകരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നല്ല ഇടപെടലാണ് കഴിഞ്ഞ 10 വർഷമായി നടന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ വിദ്യാഭ്യാസത്തെ അനുബന്ധമായി നേമം ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസവും നല്ല മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ്. അതിനാവശ്യമായ ഇടപെടലുകൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഭാഗമായി സർക്കാർ കുട്ടികൾക്ക് വേണ്ടി ലഭ്യമാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ച ആളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ 40-45 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ഈ സ്കൂളിന് ഇങ്ങനത്തെ ഒരു സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുറച്ച് ഓടിട്ട കെട്ടിടങ്ങളും ബാത്റൂം സൗകര്യം ഒന്നും തന്നെ ഇല്ല. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം. പക്ഷെ അതിനുശേഷം പിന്നീട് മാറി മാറി വന്ന സർക്കാരുകളുടെ, പ്രത്യേകിച്ചും ഇപ്പോൾ ഉള്ള ഒരു സംവിധാനം വെച്ചിട്ട് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ബിൽഡിങ്ങുകളും മറ്റ് സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയൊരു മാറ്റം, നല്ല രീതിയിലുള്ളൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സർക്കാർ സ്കൂളുകളിൽ നിന്നും തന്നെ കുട്ടികൾ പൊഴിഞ്ഞു പോകുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല, ഒരിടത്തും തന്നെ ഇല്ല. കാരണം ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. അപ്പോൾ എനിക്ക് ഈ സർക്കാർ സ്കൂളിൽ എത്രത്തോളം കുട്ടികൾക്ക് പരിചരണം കിട്ടും, അവർക്ക് എത്രത്തോളം വിദ്യാഭ്യാസം കിട്ടും എന്നുള്ളതിൻ്റെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മകനെ ഇവിടെ കൊണ്ട് ചേർക്കാനുണ്ടായ കാരണം. എൻ്റെ മൂത്ത 2 കുട്ടികൾ, 3 കുട്ടികളാണ് എനിക്കുള്ളത്. അവർ 3 പേരും പഠിച്ചത് ഈ സ്കൂളിൽ തന്നെയാണ്. അവർക്ക് നല്ല ഭാവി ഉണ്ടാകുമെന്നുള്ളത് നല്ല ഉറപ്പും എനിക്കുണ്ട്. ഇന്ന് ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വന്ന് മറ്റ് എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് നല്ലൊരു സൗകര്യങ്ങൾ കൊടുത്ത് ചെയ്യിക്കാനായിട്ട് ഇന്ന് സർക്കാർ വലിയ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന മാതിരിയുള്ള കിഫ്ബി ഫണ്ട് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ
മറ്റുള്ള ഏത് സ്കൂളിൽ കുട്ടികൾക്ക് കിട്ടുന്ന പോലെ തന്നെ നല്ല ഒരു വിദ്യാഭ്യാസ സംവിധാനം, നല്ലൊരു ആംബിയൻസ്, നല്ലൊരു അന്തരീക്ഷം ഈ സ്കൂൾ നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ട കാര്യമാണ്. ഇവിടെ നിന്നല്ല, സർക്കാർ സ്കൂളുകൾ ഒരുപാടെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഡ്യൂട്ടി ഭാഗമായിട്ട് പോയിട്ടും അവിടെയെല്ലാം സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ പണ്ടത്തെ ആ ശോചനീയ അവസ്ഥ മാറിയിട്ട് നല്ലൊരു അവസ്ഥയിലാണ് ഇന്ന് സർക്കാർ സ്കൂൾ പോകുന്നത്. ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഹൈടെക് ക്ലാസ് റൂമുകളും IT അധിഷ്ഠിത പഠന സംവിധാനങ്ങളും കിഫ്ബി പദ്ധതികളിലൂടെ സാധ്യമായി. തൊഴിൽ രംഗത്തും വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. 10,000 കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. 45,000 സ്മാർട്ട് ക്ലാസ് റൂംസ് നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസത്തിന് ഉള്ള പൈസ കിഫി മുഖാന്തരം ചിലവഴിച്ചിട്ടുണ്ട്. റോബോട്ടിക് കിറ്റുകൾ എല്ലാ സ്കൂളുകളിലും കൊടുക്കുന്നതിന് വേണ്ടി കിഫിയുടെ സാമ്പത്തിക സഹായം വന്നിട്ടുണ്ട്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയും സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയും ചിലവഴിച്ചിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിൽ വലിയ ചലനം ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ മേഖലയിൽ വലിയ ചലനം ഉണ്ടായിട്ടുണ്ട്. ക്രയവിക്രയ രംഗത്ത് വലിയ ചലനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ഫണ്ട് നമ്മൾ കാണുന്ന പോലെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയെങ്കിൽ അതിനപ്പുറമായി മാനുഷിക മൂല്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൂടി ഈ കിഫി ഫണ്ട് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്ന തരിപ്പണമായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുന്ന് പഠിക്കാനുള്ളൊരു അന്തരീക്ഷം ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ വെയിലത്തും കുഴപ്പമാണ്, മഴയത്തും കുഴപ്പമാണ്. ഇന്ന് അതെല്ലാം മാറി ലിഫ്റ്റുള്ള സ്കൂളുകളാണ് ഇന്ന് ഭൂരിപക്ഷം പുതിയ സ്കൂളുകളും. ഭിന്നശേഷി സൗഹൃദമാണ് ഈ സ്കൂളുകൾ. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് റൂംസ് ഉണ്ട്. ആ നിലയിൽ നോക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇനി കൂടുതലായി ഒരു പുതിയ സൗകര്യം എന്തെന്ന് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ, ചിന്തിച്ചാൽ പോലും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയാത്ത നിലയിൽ മനോഹരമായ കെട്ടിടങ്ങളാണ് കിഫി മുഖാന്തരം ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് തരാത്ത സാഹചര്യം, വേറൊരു വരുമാനമില്ലാത്ത സാഹചര്യം, കടമെടുക്കുന്നതിന് വേണ്ടി പോലും കാശ് നൽകാത്ത കേന്ദ്ര ഗവൺമെൻറ്, പ്രളയവും പേമാരിയും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മളെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ കാശ് അവർ തിരിച്ചു വാങ്ങുന്ന സ്ഥിതിവിശേഷം, കടമായി തന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വാങ്ങുന്ന സ്ഥിതിവിശേഷം ഉള്ള അവസരത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ രക്ഷിച്ചത് കിഫിയാണ്. കേരളത്തിൻ്റെ വികസനത്തെ രക്ഷിച്ചത് കിഫിയാണ്. എത്ര 10,000-കണക്കിന് ആൾക്കാർക്കല്ലേ ജോലി കിട്ടിയത്. 10,000-കണക്കിന് ആൾക്കാരാണ് പട്ടിണി കിടക്കാതെ കൂലിവിലയ്ക്ക് പോവുകയും അവർക്ക് ദൈനം ശമ്പളം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി അത് നിർത്തലാക്കിയതോടുകൂടി ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരിക്കുകയല്ലേ. മനുഷ്യ ജീവിതത്തിൽ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയും ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല കിഫിയുടെ കാര്യത്തിൽ ചില എതിർപ്പുകൾ പറഞ്ഞ ആൾക്കാർ പോലും, കോടതിയെല്ലാം തള്ളിക്കളഞ്ഞതാണ്, ആൾക്കാർ പോലും അവരുടെ മണ്ഡലത്തിൽ ഇന്ന് കാണുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് മുഴുവൻ ഫണ്ട് കിഫിയുടെ ഫണ്ടാണ്. നമ്മുടെ ആരോഗ്യരംഗത്ത് വലിയ ഉജ്ജ്വലമായ മാറ്റമാണ് കിഫി മുഖാന്തരം വന്നിട്ടുള്ളത്. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ വാർഡിലും ഒക്കെ തന്നെ നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കിഫി മുഖാന്തരം നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടങ്ങളും ഈ സ്ഥാപനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ തന്നെ നമ്മുടെ നവകേരള സൃഷ്ടിക്ക് വേണ്ടി പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഓരോ ദേശത്തും ആൾക്കാർ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അല്ലാത്ത ഒരു കാര്യത്തിൽ കാണാൻ കഴിയാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരുന്നു. ഇത് ഒരു കൺഫ്യൂഷന് പ്രശ്നമില്ല. അവിടെ എഴുതി വയ്ക്കുന്നുണ്ട്, കിഫി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഇത്ര കോടി രൂപയുടെ 5 കോടി 3 കോടി 2 കോടി 1 കോടി. രണ്ടാമത് റിവൈസ് എസ്റ്റിമേറ്റ് ചെയ്തപ്പം 30 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം ഒക്കെ കൂടുതലായി വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, കരാറുകാർക്കും ഇടനിലക്കാരായി നിന്ന് ഇത് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഉള്ള സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്.
അവരെല്ലാം കൃത്യമായിട്ട് അവർക്ക് കാശ് കിട്ടുന്നുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു കരാർ ജോലിക്കാരന് കാശ് കിട്ടുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിലാണ് വർക്ക് തീർന്നവരുടെ തന്നെ കാശ് കിട്ടുന്നുണ്ട്. അതിലും അവർക്കൊരു ഉറപ്പുണ്ട്. ഒരു കിഫ്ബിയുടെ വർക്ക് എടുക്കുന്നതിന് വേണ്ടി വലിയ മത്സരമാണ്. കാരണം കൃത്യമായി കാശ് കിട്ടുന്നുണ്ട്. ന്യായമായിട്ടുള്ള കാര്യങ്ങളേ നടക്കുകയുള്ളൂ. അന്യായമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല. എന്തായിരുന്നാലും കിഫ്ബി കേരളത്തിൻ്റെ വികസന രംഗത്ത് എല്ലാ വകുപ്പിൻ്റെ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു ശരിക്കും. ഇത് മാത്രമല്ല, ഒരു പുരോഗതിയുടെ കാവൽ പടനായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൻ്റെ നേതാവായി കിഫ്ബി വന്നു. തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായി കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കിഫ്ബി ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിച്ച ഈ അടിസ്ഥാന സൗകര്യ വിപ്ലവം കേരളത്തിന്റെ സാമൂഹിക വികസന സൂചികകളെയും ഭാവിയിലെ മനുഷ്യ വിഭവശേഷിയെയും ശക്തിപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.